നമസ്കാരം. ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള സഞ്ചാര ഫലങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ശനിയുടെയും ഗുരുവിൻ്റെയും ചാരവശാലുള്ള സഞ്ചാരഫലം പറഞ്ഞു. ഓരോ ലഗ്നക്കാർക്കും ശനിയും ഗുരുവും പൊല്ലാത്തതിലൂടെയാണോ നല്ലതിലൂടെയാണോ സഞ്ചരിക്കുക എന്നുള്ളതിനെപ്പറ്റി. ഇന്ന് പറയാൻ പോകുന്നത് രവിയുടെയും കുജൻ്റെയും സഞ്ചാര ഫലങ്ങളാണ്. കുജൻ 1.5 മാസവും രവി 1 മാസവും ഒരു രാശിയിലുണ്ടാകും, പിന്നെ സഞ്ചരിച്ച് മാറിപ്പോകും. അപ്പോൾ ഇത് മാത്രവുമല്ല, എല്ലാ ഗ്രഹങ്ങളുടെയും ചാരവശാലുള്ള നല്ലതും പൊല്ലാത്തതുമായ നോക്കിയാലേ നമുക്ക് സൂക്ഷ്മതയിലോട്ട് കടക്കാൻ പറ്റും. ഇന്ന് കുജൻ്റെയും രവിയുടെയും നമുക്ക് നോക്കാം. അത് ആചാര്യൻ ഇനി ഒരു ശ്ലോകം കൊണ്ട് സൂര്യൻ്റെയും കുജൻ്റെയും ഫലം പറയുന്നു എന്ന് പറഞ്ഞിട്ട് ശ്ലോകമാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കത് വേണ്ട. നമുക്കതിൻ്റെ മലയാള വ്യാഖ്യാതാവ് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. സൂര്യനും കുജനും ചന്ദ്രനിൽ നിന്ന് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ലഗ്നത്തിൽ നിന്ന് എന്ന് നാം ചിന്തിക്കണം. സൂര്യനും കുജനും ലഗ്നത്തിൽ നിന്ന് 3, 6, 11 ഈ സ്ഥാനങ്ങളിൽ നിൽക്കുമ്പോൾ സ്ഥാനമാനലാഭം, ധനലാഭം, ശത്രുനാശം മുതലായവയെയും, 2 നിൽക്കുമ്പോൾ ധനനാശവും, 4, 5 ഭാവങ്ങൾ നിൽക്കുമ്പോൾ രോഗം, ശത്രു ഇത്യാദി കാരണങ്ങൾ കൊണ്ട് വ്യസനവും ഭയവും, 7 നിൽക്കുമ്പോൾ രോഗവും, 9 നിൽക്കുമ്പോൾ കഠിനമായ വ്യസനവും ഉണ്ടാകുന്നതാണ്. കുജൻ 10 നിൽക്കുമ്പോൾ കർമ്മഭംഗവും, സൂര്യൻ 10 നിൽക്കുമ്പോൾ കർമ്മസിദ്ധിയും ഉണ്ടാകുന്നതാണ്. അതായത് അതിൽ പറഞ്ഞു വച്ചിരിക്കുന്നത് ജാതകത്തിൽ നിൽക്കുമ്പോഴല്ല, ജാതകത്തിൽ നിന്നും ഇപ്പോൾ ചാരവശാൽ ഇപ്പോൾ ഗ്രഹങ്ങൾ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിലവിൽ കർക്കിടകം രാശിയിൽ കുജനും വൃശ്ചികം രാശിയിൽ രവിയുമുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത് വൃശ്ചിക മാസം. രവി നിൽക്കുന്ന രാശി ഏതാണോ അതാണ് മലയാള മാസത്തിൻ്റെ പേര്. 12 രാശികളുടെ പേര് തന്നെയാണ് മലയാള മാസങ്ങളുടെ പേരും. ഓരോ മലയാള മാസവും നമുക്ക് പ്രദാനം ചെയ്ത് കിട്ടുക രവി ഓരോ രാശിയിലോട്ടും സംക്രമിച്ച് എത്തുമ്പോഴാണ്. 3, 6, 11 ലഗ്നാൽ 3, 6, 11 ഭാവങ്ങളിലൂടെ രവിയും കുജനും സഞ്ചരിക്കുമ്പോൾ നല്ലതാണ്. ഒരുമിച്ചല്ലല്ലോ അവർ സഞ്ചരിക്കുന്നത്. ഒരാളിന് നല്ലതാണെങ്കിൽ വേറൊരു ഗ്രഹം പൊല്ലാത്തതായി മാറും. അപ്പോൾ 10ാം ഭാവത്തിൽ ഈ ഗ്രഹങ്ങൾക്ക് ജാതകത്തിൽ നിൽക്കുമ്പോൾ 10ൽ നിൽക്കുമ്പോൾ ദിഗ്ബലം ഉണ്ട് എന്നാ പറയുക. പക്ഷേ ജാതകത്തിൽ 10ൽ കുജൻ നിൽക്കുകയാണെങ്കിൽ കർമ്മ തടസ്സങ്ങൾ നേരിടാൻ കർമ്മഭംഗം എന്നാ പറയുക. പക്ഷെ രവി നിന്നാൽ 10ൽ നല്ലതുമാണ്, ജാതകത്തിലും 10ൽ നല്ലതുമാണ്. ഈ ചാരവശാൽ സഞ്ചരിച്ച് വരുമ്പോഴും 10 നല്ലതാണ്. രണ്ടും ആഗ്നേയ ഗ്രഹങ്ങളാണ്. ഏകദേശം ഒരേ കാരകത്വങ്ങൾ ഏകദേശമുള്ളത് കൊണ്ട് 2 പാപഗ്രഹങ്ങളാണ് ഉള്ളതുകൊണ്ട് ആയിരിക്കാം ഇങ്ങനെ ഇവർക്ക് 2 പേർക്കും ഒരേ റിസൾട്ട് കൊടുക്കാൻ കാരണം. മേട ലഗ്നക്കാരന് നമ്മൾ മുമ്പ് കണ്ടു, ഗുരു 2ലും ശനി 11ലൂടെയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നിലവിൽ നമ്മൾ കണ്ടു. മേട ലഗ്നക്കാരന് ഗുരുവിൻ്റെയും ശനിയുടെയും സൂചനകൾ നല്ലതാണ്. അതുപോലെ ഗുരുവും തെറ്റിപ്പോയി, കുജനും രവിയും കൊടുക്കുന്ന സൂചനകൾ നല്ലതാണോ നോക്കാം. ലഗ്നാൽ 4ലൂടെയുള്ള കുജസഞ്ചാരം, കുജൻ നീചനുമാണ്, കുജസഞ്ചാരം നന്നല്ല. ലഗ്നാൽ 8ലൂടെയുള്ള രവി സഞ്ചാരവും നന്നല്ല. നോക്കൂ, ചില ഗ്രഹങ്ങൾ നല്ല സൂചനകൾ, അതായത് ശനിയും ഗുരുവും നല്ല സൂചനകൾ കൊടുക്കുമ്പോൾ മേടലഗ്നക്കാർക്ക് ഇപ്പോൾ കുജനും രവിയും അത്ര നല്ല പന്തിയായ സ്ഥലത്തിലൂടെയുള്ള അല്ല യാത്ര. പക്ഷേ അവർക്ക് സഞ്ചരിച്ചേ പറ്റൂ. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ഗ്രഹങ്ങൾ മാറും.
മേടലഗ്നക്കാർക്ക് കുജനും രവിയും നല്ല സൂചന അല്ല കൊടുക്കുന്നതെന്ന് കണ്ടപ്പോൾ ഇടവലഗ്നക്കാരൻ്റെ 3-ലൂടെയാണ് ഗുരു സഞ്ചരിക്കുന്നത്. 3 നല്ലതാണ്. കുജൻ. രവി സഞ്ചരിക്കുന്നത് 7-ലൂടെയാണ്. പന്തിയല്ല. കുജൻ നല്ല ഫലങ്ങളും രവി നല്ല ഫലങ്ങളുമല്ല. മിഥുന ലഗ്നക്കാരൻ്റെ 2-ലൂടെ കുജൻ സഞ്ചരിക്കുന്നു. പന്തിയല്ല. 6-ലൂടെ രവി സഞ്ചരിക്കുന്നു. നല്ലതാണ്. ഗുണദോഷ സമ്മിശ്രണമാണ്. കർക്കിടക ലഗ്നക്കാരൻ്റെ 1-ലൂടെ കുജൻ സഞ്ചരിക്കുന്നു. നന്നല്ല. 5-ലൂടെ രവി സഞ്ചരിക്കുന്നു. അതും നന്നല്ല. നോക്കൂ, ഞാൻ എല്ലാം പറയുന്നില്ല. ഈ മട്ടിൽ ബാക്കി കാര്യങ്ങളും കണ്ടുകൊള്ളണം. അപ്പോൾ കുജനും രവിയും ഈ മട്ടിൽ നമ്മൾ കാണുമ്പോൾ നിലവിലെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കന്നി ലഗ്നക്കാരനും കുംഭം ലഗ്നക്കാരനും മാത്രമേ 2 ഗ്രഹങ്ങളും അനുകൂലമായി സഞ്ചരിക്കുന്നുള്ളൂ. കുംഭ ലഗ്നക്കാരൻ്റെ 6-ലൂടെ കുജനും 10-ലൂടെ രവിയും സഞ്ചരിക്കുമ്പോൾ അത് അനുകൂലമാണ്. അതുപോലെ തന്നെ കന്നി ലഗ്നക്കാരൻ്റെ 3-ലൂടെയും കന്നി ലഗ്നക്കാരൻ്റെ 11-ലൂടെയും കുജൻ സഞ്ചരിക്കുന്നു. നല്ലതാണ്. ബാക്കി മീനത്തിനും മേടത്തിനും തുലാത്തിനും ധനു ലഗ്നക്കാരനും 2 ഗ്രഹങ്ങളും അനുകൂലമല്ല. ബാക്കി രാശിക്കാർക്ക് ഒരു ഗ്രഹം അനുകൂലമെങ്കിൽ മറ്റൊരു ഗ്രഹം പ്രതികൂലമായി മാറും. ഇത് മാത്രം കണ്ടിട്ട് നമ്മൾ നേരത്തെ ശനിയുടെയും വ്യാഴത്തിൻ്റെ എടുത്തതുപോലെ ആ ഗ്രഹങ്ങൾ അനുകൂലമായ സൂചന തരുമെങ്കിൽ ഈ ഗ്രഹങ്ങൾ ചിലർക്ക് പ്രതികൂലമായ സൂചന കൊടുക്കുന്നു. ഇത് മാത്രവുമല്ല, മറ്റ് ഗ്രഹങ്ങളെയും നമ്മൾ നോക്കേണ്ടി വരും. ഇതെല്ലാം കൂട്ടിക്കുഴച്ച് വച്ചിട്ടാണ് ഒരാളിൻ്റെ ജാതകത്തിൽ നിന്ന് ഒരു ഭാവാധിപൻ എത്രാം ഭാവപതി എത്രയിലൂടെ സഞ്ചരിക്കുന്നു, ഇതെല്ലാം നോക്കിയിട്ടാണ് എന്തെങ്കിലും ഒരു നിഗമനത്തിലെത്തുക. അപ്പോഴാണ് ചിലരെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു നക്ഷത്രം വച്ചിട്ട് ഒരു കൂറ് വച്ചിട്ടൊക്കെയുള്ള ദിവസഫലവും വാരഫലവും അർത്ഥശൂന്യമാണത്. അങ്ങനെ 4 ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള സഞ്ചാര പഥങ്ങൾ ഗുണദോഷം ഏതേത് രാശിക്കാർക്കെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത 3 ഗ്രഹങ്ങൾ കൂടിയുണ്ട്. അവയുടെ ചാരവശാലുള്ള സഞ്ചാര ഫലങ്ങൾ അടുത്ത എപ്പിസോഡിൽ ഇട്ട ശേഷം നമുക്ക് പുതിയ റൂട്ടിലോട്ട് കടക്കാം എന്നാണ് ഞാൻ വിചാരിക്കുക. നിങ്ങൾ ഈ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തില്ല എങ്കിൽ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇനി അപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ട്, ഈ ഗ്രഹനിലയിൽ 11 അക്ഷരങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുമല്ലോ, ലഗ്നങ്ങൾ അടക്കം 9 ഗ്രഹങ്ങളെന്ന് പറഞ്ഞിട്ട് രാഹു കേതുക്കളെയും കൂട്ടി 10ാമതൊരക്ഷരം മാന്തി 11ാമത്തെ അക്ഷരമാണ് ലഗ്നം. അപ്പോൾ അതുകൊണ്ട് അവകളുടെ ചാരവശാലുള്ള സഞ്ചാര ഫലങ്ങളും പറയേണ്ടതല്ലേ എന്ന് ചോദിച്ചേക്കാം. ഗ്രഹങ്ങളല്ല രാഹു കേതുക്കളും മാന്തിയുമെന്ന് ഞാൻ എത്രയോ തവണ ഇതിനു മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അവകളെ ജാതകത്തിൽ പരിഗണിക്കേണ്ടതില്ല. അപ്പോൾ അടുത്ത വിഷയത്തിലോട്ട് നമുക്ക് കിടക്കാം. ഇനി ജ്യോതിഷം എന്ന ഈ വിഷയം കഴിഞ്ഞു. ഇനി എൻ്റെ ചെറിയ കൊച്ചു വർത്തമാനങ്ങളിലേക്ക്. നാം ഏത് പ്രായത്തിലുമുള്ളവരായി കൊണ്ടുപോട്ടെ, എന്ത് വിദ്യാഭ്യാസവും നമുക്കുണ്ടായി കൊണ്ടുപോകട്ടെ, എന്ത് ജീവിത പ്രതിസന്ധികളിലൂടെയും നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കട്ടെ, നാം ജീവിതം ആസ്വദിക്കാൻ പഠിക്കേണ്ടതുണ്ട്. ജീവിതം ആസ്വാദ്യകരമാക്കാൻ നാം പഠിക്കേണ്ടതുണ്ട്. ഞാൻ ചില യാത്രകൾ പോകുമ്പോൾ ഞാൻ മിക്കവാറും നമ്മൾ സമൂഹത്തിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ട് മാറ്റി നിർത്തുന്നവരുടെ ഇടയിലാണ് പലപ്പോഴും പോകാറുള്ളത്. ആദിവാസി എന്ന് വിളിച്ച് നമ്മളങ്ങനെ ആക്ഷേപിക്കാൻ പാടില്ല, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്. അവരുടെ ഇടങ്ങളിൽ ഞാൻ പലപ്പോഴും
പോകാറുണ്ട്, അവിടെ താമസിക്കാറുണ്ട്. അവരുടെ കൂടെ കൃഷിപ്പണി എടുത്ത് അവരോടൊപ്പം ഭക്ഷണമുണ്ടാക്കി കഴിച്ചിട്ടുമുണ്ട് പലപ്പോഴും. അപ്പോൾ അവിടുത്തെ ഒരു ഗുരുതുല്യനായ ഒരു വയസ്സായ ഒരാൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് കിടക്കുക. വിജയൻ ഭക്ഷണം വിജയൻ സാറെന്നാ വിളിക്കുക. വലിയ പ്രായമുണ്ടെങ്കിലും നാട്ടിൽ നിന്ന് വന്നതുകൊണ്ടുള്ള ബഹുമാനമായിരിക്കാം. ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ അറിയാമോ? ഭക്ഷണം വാരി വലിച്ച് കഴിക്കരുത്. ഭക്ഷണം കഴിക്കുക, നമ്മൾ 2-3 നേരം ഡെയിലി ഭക്ഷണം കഴിക്കുന്നവരാണ്. നിരവധിയായ തവണ പച്ചവെള്ളമെങ്കിലും കുടിക്കുന്നവരാണ്. ഇത് വെറുതെ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ രാവിലെ വെള്ളം കുടിക്കുമ്പോൾ പോലും, രാവിലെ എണീറ്റാൽ നമ്മൾ പല്ല് തേക്കുന്നതിന് മുമ്പോ മുഖം കഴുകുന്നതിന് മുമ്പോ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിരിക്കണം എന്നാണ് പറയുക. അത് നമ്മുടെ രാത്രി കിടന്നുറങ്ങുമ്പോൾ വായ്ക്കുള്ളിൽ ഉണ്ടാകുന്ന ചില ബാക്ടീരിയകൾ ഒരു പോഷകം പോലെ അത് ഉള്ളിലേക്ക് ഇറങ്ങുകയും അത് നല്ലതാണെന്ന് എല്ലാവരും പറയുക. എന്തുമായി കൊണ്ടുപോട്ടെ. അപ്പോൾ ഈ വെള്ളം കുടിക്കുമ്പോൾ വെറുതെ എന്തെങ്കിലും ഓർത്ത് വെള്ളം കുടിക്കരുത്. ആ വെള്ളം വായിൽ വെച്ച് ഇതുവഴി ഇറങ്ങുന്നതും ഇതിങ്ങനെ ഉള്ളിലേക്ക് ഇറങ്ങുന്നതും നമ്മൾ അനുഭവിക്കണം. നമ്മുടെ ശരീരത്തിൽ അനുഭവേദ്യമാകുന്ന ആ സംഗതിയിലോട്ട് നമ്മുടെ ശ്രദ്ധ പോകണം. ഭക്ഷണം, അതിൻ്റെ മണം, അതിൻ്റെ നിറം, ഇതെല്ലാം ആസ്വദിച്ചുകൊണ്ട് അത് കഴിച്ച് ഇറക്കുന്നത് അത് നമ്മൾ അനുഭവിക്കണം. എന്ത് രസകരമായൊരു അനുഭൂതി വിശേഷമാണത് നമുക്ക് പ്രദാനം ചെയ്തു തരുന്നത്. 10 പൈസയുടെ ചിലവില്ല. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ പോലും ആ വെള്ളം ഇങ്ങനെ പോകുന്നതായി സങ്കല്പിച്ച്, അതുപോലെ തന്നെ നമുക്ക് ഈ ധ്യാനത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. നമ്മുടെ ശ്വാസം എടുക്കുന്നതും ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് വരുന്നതുമായ ആ സങ്കല്പം, മെഡിറ്റേഷൻ എന്ന് പറയും. നമ്മൾ ജീവിതത്തിൻ്റെ ഏകദേശം 1/3 ഭാഗം ഉറങ്ങിത്തീർക്കുന്നവരാണ്. ഉറക്കം ഒരു മരണ തുല്യമായ അവസ്ഥ തന്നെയാണ്. ചില പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് ഒന്ന് മോചനം തൽക്കാലം കിട്ടാൻ മെഡിറ്റേഷനിൽ അത് അപകടകരമായ ഒരു സംഗതിയാണ്. ബോധമില്ലാണ്ടാക്കുക, മരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുക. ചിലരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ട്. എനിക്ക് 6 മണിക്കൂർ ഉറങ്ങണം, അല്ലെ 2 മണിക്കൂർ ഉറങ്ങണം എന്ന് പറയുന്നത് പോലെ എനിക്ക് 2 മണിക്കൂർ മരിക്കണം. അത് മെഡിറ്റേഷനിലൂടെ സാധിച്ചെടുക്കുന്ന വിദ്വാന്മാരുണ്ട്. എനിക്കതിന് കഴിഞ്ഞിട്ടില്ല. ഇങ്ങനൊരു അറിവ് നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. ആവശ്യമില്ലാത്തത് പ്രാക്ടീസ് ചെയ്യാൻ പോകാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ ചില സമയങ്ങളിൽ ഇതുപോലുള്ള ചില സംഗതികൾ നമ്മളെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തും. അതായത് ഞാൻ 4-5 മാസം മുമ്പ് എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഏകദേശം ഒരു മാസം ഈ ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള സഞ്ചാരപഥം ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, വാഹനത്തിൽ കയറാതിരിക്കുന്നതാണ്, യാത്ര ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എന്നാലും യാത്ര ഒഴിവാക്കാൻ പറ്റുകയില്ലല്ലോ. നമുക്ക് കറണ്ട് അടിച്ച് ചാവുമെന്ന് പറഞ്ഞ് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ആ ദിനങ്ങൾക്കുള്ളിൽ എൻ്റെ മകളെ ഒരു കൂട്ടുകാരിയുടെ കാറിൽ ചെന്ന് കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴി ഒരു ആക്സിഡൻറ്റിൽ പെടുകയും മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുവരികയാണ്. അപ്പോഴത്തേക്കുമാണ് എനിക്ക് ഒരു ഫോൺ വന്നത്. എൻ്റെ ഫോണിൽ എൻ്റെ മൂത്ത മകളാണ് വിളിച്ചത്. അച്ഛാ, നമുക്കിങ്ങനെ അനുജത്തിയെ കണ്ടുവരുന്നതിൻ്റെ ഇടയിൽ ആക്സിഡൻറ്റ് പറ്റി, എന്താണെന്നറിയില്ല, മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു, ഞാൻ തിരുവനന്തപുരത്ത് അവിടെയുണ്ട്, അച്ഛൻ എത്രയും പെട്ടെന്ന് എത്തണം. ഞാൻ നിന്നിരുന്ന ഇടത്തിൽ നിന്നൊരു കാറ് പിടിച്ച് മെഡിക്കൽ കോളേജിലേക്ക് ഉള്ള ട്രാഫിക് ജാമില്ലെങ്കിൽ തന്നെ എത്തണമെങ്കിൽ ഏകദേശം 1.5 മണിക്കൂറാകും. ഞാൻ കാർ കയറിയിരുന്ന ശേഷം
ഡ്രൈവറോട് കാര്യം പറഞ്ഞു, ഇന്നതാണ് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ മകളെ വിളിച്ചു, മകളുടെ ഇത് സ്വിച്ച് ഓഫ്. ഭാര്യയെ വിളിക്കുന്നു, അവളുടെ മൊബൈൽ സ്വിച്ച് ഓഫ്. അപ്പോഴത്തെ 1.5 മണിക്കൂർ എനിക്ക് കാറിൽ എന്താണെന്ന് ഒരു പിടിയുമില്ല. ആക്സിഡൻ്റാണ് പറഞ്ഞിട്ടുള്ളത്. ആ 1.5 മണിക്കൂർ എനിക്ക് ഒന്നുമേ ചെയ്യാൻ പറ്റില്ല. മനസ്സ് ആവശ്യമില്ലാതെ കിടന്ന് വെപ്രാളപ്പെട്ടിട്ടോ ആ കാറിനകത്ത് കിടന്ന് ഓടിയിട്ടോ ഒന്നും കാര്യമില്ല. അപ്പോൾ എന്താ ഒരു പരിപാടി? മനസ്സ് ശൂന്യമാക്കിയിടുക, ഒന്നും ചിന്തിക്കാതിരിക്കുക, മെഡിറ്റേഷൻ്റെ അല്ലെങ്കിൽ ധ്യാനത്തിൻ്റെ സ്വയം ഒരു തലത്തിലേക്ക് പോവുക. 1.5 മണിക്കൂർ കഴിഞ്ഞു, കാറ് മെഡിക്കൽ കോളേജിലെത്തി. പിന്നെ ഇതെല്ലാം കളഞ്ഞിട്ട് നമുക്ക് പ്രവർത്തന സജ്ജമാകേണ്ടതുണ്ട്. ചാടിപ്പോയപ്പോൾ മകൾ അവിടെ ഉണ്ട്, മറ്റ് ചില ബന്ധുക്കളുണ്ട്. എന്താണെന്ന് ചോദിച്ചപ്പോൾ അമ്മയെ ടെസ്റ്റിലേക്ക് അകത്തേക്ക് കയറ്റിയിരിക്കുകയാണ്. നീ സംസാരിച്ചോ? ഓ, ഞാൻ സംസാരിച്ചു. ബോധരഹിതയല്ലല്ലോ? അല്ല. അപ്പോഴാണ് ആശ്വാസമാവുന്നത്. എന്നാലും കാലൊക്കെ ഒടിഞ്ഞു പോയി. പിന്നെ നമ്മൾ സഡൻ ആക്ഷനാണ്. ജീവിതത്തിൻ്റെ ഇത്തരം ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്കൊന്നുമേ ചെയ്യാൻ പറ്റാത്ത, ഒന്നും ചെയ്യാൻ പറ്റാത്ത ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ അലറി വിളിച്ച് കരയുന്നതിനുമപ്പുറം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വൈഷമ്യ ഘട്ടത്തിനും അപ്പുറം മനസ്സിനെ ഒരു പ്രത്യേക പരുവത്തിൽ രൂപപ്പെടുത്തിയെടുത്താൽ ആ നിമിഷങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാൻ കഴിയും. നന്ദി, നമസ്കാരം.